എനിക്ക് 100% ഉറപ്പാണ് മൂന്നാമതും പിണറായി സർക്കാർ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷം വീണ്ടും മൂന്നാമത് വരും എന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും യാതൊരു സംശയമില്ലാത്ത തുടരാം നമുക്ക് മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രത്തോളം വികസന പാതയിലൂടെ സഞ്ചരിച്ച ഒരു സർക്കാർ വേറെ ഇല്ല. തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരിയെ തന്നെ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന ആളാണ് സുധീർ കരമന. അദ്ദേഹം നമ്മോടുകൂടി ചേരുന്നുണ്ട്. ഇന്നലെ മുതൽ വാർത്തകൾ വരുന്നുണ്ട്. CPM നേതാക്കന്മാരും LDF നേതാക്കന്മാരും ബന്ധപ്പെട്ടിരുന്നു. അതുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF കൺവീനർ LDF നിന്നും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം നമുക്ക് സുധീർ കരമന തന്നെ മണ്ഡലത്തിൽ മത്സരത്തിന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഔദ്യോഗികമായിട്ട് പറയണം. അത് അവിടുന്ന് LDF നിന്നും കമ്മ്യൂണിക്കേഷൻ വെയിറ്റിംഗ് ആണ്. യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പഠിച്ച് രാഷ്ട്രീയം എന്തായാലും കൃത്യമായിട്ട് ബോധ്യമുള്ള ആളാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ മത്സരിച്ചിട്ടുണ്ടോ? അത് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ സംസ്കാരയുടെ പ്രസിഡൻറ്റും ആയിട്ട് പ്രവർത്തിക്കുകയും കലാരംഗമായി പ്രവർത്തിക്കുകയും കമ്മിറ്റി മെമ്പറായും SFIക്ക് വേണ്ടിയും അസോസിയേഷൻ സെക്രട്ടറിയായും അത് കഴിഞ്ഞ് ട്രെയിനിങ് കോളേജിലും എല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും രാഷ്ട്രീയം ഒരു പുതുമയല്ല, അന്യമായ ഒരു സംഭവമല്ല. സാമൂഹിക പ്രവർത്തനവും അതുകൂടാതെ തന്നെ ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ച് വളർന്ന ഒരു മണ്ണാണിത്. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാവുന്ന ഒരാളാണ്. ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ മണ്ഡലം എന്ന് പറയുന്നത് എനിക്ക് സുപരിചിതമായ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പോരാട്ടമാണ്. പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന് അവർ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 140 സ്ഥാനാർത്ഥികൾ ആയി മാറുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് മുമ്പിലും അല്ലെങ്കിൽ മെനിഞ്ഞാന്ന് പോലും ഇടതുപക്ഷത്തിനു വേണ്ടി ഞാൻ പലയിടങ്ങളിലും പോയ ഒരാളാണ്. ശിവൻകുട്ടി ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ ബൂത്ത് ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ ഞാൻ പോയതാണ്. എനിക്ക് 100% ഉറപ്പാണ് മൂന്നാമതും പിണറായി സർക്കാർ വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷം വീണ്ടും മൂന്നാമത് വരും എന്നുള്ളതിൽ എനിക്ക് ഒരിക്കലും യാതൊരു സംശയമില്ലാത്ത തുടരാം നമുക്ക് മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രത്തോളം വികസന പാതയിലൂടെ സഞ്ചരിച്ച ഒരു സർക്കാർ വേറെ ഇല്ല. അതുകൂടാതെ തന്നെ ഏറ്റവും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, ഒരു വിധത്തിലുമുള്ള കലഹമില്ലാതെ നടന്ന ഒരു 10 വർഷം നമുക്ക് കേരള ചരിത്രം എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് LDF മത്സരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുക, അത് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ പക്ഷം തിരഞ്ഞെടുത്തിരുന്നു അല്ലേ? കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പക്ഷം വളരെ വ്യക്തമായിട്ട് ഒരുപാട് ആലോചിച്ചതിന് ശേഷമാണ് അതിലേക്ക് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത് 12ാം ക്ലാസ് വരെ. അതിനുശേഷം വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഇടതുപക്ഷത്തേക്ക് വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, പ്രതികരിക്കാൻ കഴിയുന്ന, സാമൂഹ്യപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന് എനിക്ക് വളരെ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇടതുപക്ഷത്തിനോടൊപ്പം സഹയാത്രികനായി കൂടെ കൂടിയത്. ഒരു കാര്യം കൂടി അവസാനമായി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗമാണ്, ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. ആ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ത്രികോണ പോരാട്ടത്തെ, തിരുവനന്തപുരത്തിൻ്റെ ത്രികോണ പോരാട്ടത്തെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഒരു വലിയ പോരാട്ടമായിട്ട് എനിക്കത് വളരെ ഇതായിട്ടാണ്, സന്തോഷത്തോടെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഞാനത് സമീപിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു. ഇടത് രാഷ്ട്രീയത്തിനൊപ്പം എന്തിനു ചേർന്നു, എന്തുകൊണ്ട് ചേർന്നു എന്ന അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.